ഈ കേരളം ഭീകരവാദത്തിൻ്റെ ഒരു വലിയ ഹബ്ബായി മാറുന്നു എന്നൊക്കെ പണ്ട് നമ്മുടെ VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വരുമ്പോൾ ആ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമായി മാറുകയല്ലേ? തീർച്ചയായിട്ടും അതെ. ഇപ്പം നമ്മളിപ്പോൾ തഹാവൂർ റാണയുടെ കാര്യത്തിൽ അതല്ലേ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം വളരെ അപൂർവ സ്ഥലങ്ങളെ ഇന്ത്യയിൽ സന്ദർശിച്ചിട്ടുള്ളൂ. മുംബൈ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം സന്ദർശിച്ച പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇപ്പോൾ രണ്ട് ഭാഗത്ത് അദ്ദേഹം സന്ദർശിച്ചു. ഒന്ന് എറണാകുളം, മറ്റത് തിരുവനന്തപുരം. രണ്ടും അറബിക്കടലിൻ്റെ തീരത്താണ്. ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന ആ ഫിഷിംഗ് ബോട്ട് കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചിരുന്നുവെങ്കിൽ അത് കേരള തീരത്തെ ഫിഷിംഗ് ബോട്ട് ഹൈജാക്ക് ചെയ്തിട്ട് അതിൽ കയറി അവർ വരുമായിരുന്നു. ഭാഗ്യത്തിന്, ദൈവാധീനത്തിനോ ശ്രീപത്മനാഭൻ്റെ കരുണ കൊണ്ടും നമുക്ക് അങ്ങനെ സംഭവിച്ചില്ലെന്ന് വേണമെങ്കിൽ കരുതാം. മുംബൈ പോലെ ആക്സസ് കിട്ടുന്ന ഒരു സ്ഥലമാണെന്നേ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇത് കോസ്റ്റ് ഗാർഡും ഒക്കെ ഉണ്ട്, പക്ഷേ അവരാരും ഓർക്കുന്നില്ല. ഇത് അവരിതിനു വേണ്ടി സജ്ജമായിരിക്കുകയില്ല. അപ്പോൾ റഡാറിൽ പെടുകയില്ല. ഫിഷിംഗ് ബോട്ട് വന്നു കഴിഞ്ഞാൽ റഡാറിൽ പെടണമെന്നില്ല. അതായിരുന്നു അന്നത്തെ ആ സെക്യൂരിറ്റി. ഇപ്പോൾ കുറച്ച് ഊർജ്ജസ്വലമായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ സ്ഥിതി നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു അപൂർവമായിട്ടൊരു സ്ട്രാറ്റജി കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ്. യാതൊരു വിധമായിട്ടുള്ള ഇൻ്റലിജൻസും തരാതെ നമ്മളെ എല്ലാം അസ്തപ്രജ്ഞരാക്കിക്കൊണ്ടാണ് മുംബൈയിലേക്ക് വന്നത്. മുംബൈയിൽ നേവിയുണ്ട്, എയർഫോഴ്സിൻ്റെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ്. അവിടെ തന്നെ ഒരാളിൻ്റെയും കണ്ണിപ്പെടാതെ അവർക്ക് വരാൻ കഴിഞ്ഞു. എങ്കിൽ കേരളത്തിൽ തീർച്ചയായിട്ടും അതിന് കഴിയുമായിരുന്നു. കഴിഞ്ഞില്ല, ഭാഗ്യം. പക്ഷേ ഇദ്ദേഹം ഇവിടെ സന്ദർശിച്ചത് വെറുതെ ആയിരിക്കില്ല. ഇദ്ദേഹം ഇവിടെ നിന്നുള്ള ഫോട്ടോകളൊക്കെ ഇതിൻ്റെ മുഖ്യ ആസൂത്രകനായിട്ടുള്ള ഇപ്പോൾ അമേരിക്കയിലുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് കൈമാറിയിട്ടുണ്ട്. അതിലിപ്പോൾ ഇവരെ ചോദ്യം ചെയ്ത ലോക്നാഥ് ബെഹ്റ, അമേരിക്കയിൽ പോയിട്ട് ഈ റാണയെ ചോദ്യം ചെയ്യാൻ അനുവാദം കിട്ടിയത് NIA ഓഫീസറായിരുന്ന അന്നത്തെ ലോക്നാഥ് ബെഹ്റയ്ക്കാണ്. അദ്ദേഹം അവിടെ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിന് വെളിപ്പെട്ടിട്ടുണ്ട്. അത് NIAയുടെ രഹസ്യമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, പരസ്യമായിട്ടൊരു കാര്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം കൊച്ചിയിൽ വന്നിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെയൊക്കെ പടം എടുത്തിരുന്നു എന്നുള്ളതാണ്. ഈ കേരളത്തിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. പലതരത്തിലുള്ള കപ്പലുകളും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾക്കുള്ള കപ്പലുകളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു സ്ഥലം. ഈ ഇന്ത്യയുടെ തന്നെ ഖ്യാതി വളരെ ഉയർത്തുന്ന ഒന്നാണ് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. അഭിമാന സ്ഥാപനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക്കായിട്ടുള്ളൊരു പ്രാധാന്യം കൂടെ ഉണ്ട് അതിന്. അതായിട്ട് യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണത്തിനും അവിടെ ഉപയോഗപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ വന്ന് പടമൊക്കെ എടുത്തു. അവിടെ തന്നെ ഈയിടെ കഴിഞ്ഞതിന് ശേഷമാണ്, കുറച്ച് നാളുകൾക്ക് ശേഷം NIA തന്നെ വിദേശികളായിട്ടുള്ള ചില ആൾക്കാരെ അനധികൃതമായിട്ട് അവിടെ കണ്ടുപിടിക്കുകയും അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അതിനെക്കുറിച്ച് പിന്നെ യാതൊരു വിവരവും ഉണ്ടായിട്ടില്ല. അതൊക്കെ അതീവ രഹസ്യങ്ങളായിട്ട് വെച്ചുകൊണ്ട് ചേരുംപടി ചേർക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. നമുക്കത് പോയി എന്ത് രഹസ്യമൊന്നും ചോദിക്കാൻ സാധ്യമല്ല, ഒരു പത്രപ്രവർത്തകനും സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ചിലതൊക്കെ അടിയൊഴുക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓയിൽ റിഫൈനറിയുടെ എല്ലാവിധമായിട്ടുള്ള എണ്ണ സംഭരണ കേന്ദ്രങ്ങളുമുള്ള സ്ഥലം. അപ്പോൾ വമ്പിച്ച് ഇന്ത്യയെ ബ്ലീഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. കാശ്മീർ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ആ ബ്ലീഡ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സ്ഥലം എറണാകുളം തന്നെയാണ്. പണ്ട് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായപ്പോൾ അവർ ബോംബ് വർഷിച്ച സ്ഥലങ്ങളിലൊന്നായിരുന്നു എറണാകുളം. ഭാഗ്യത്തിന് ആ ബോംബ് പൊട്ടിയില്ല. അതുണ്ടാക്കാവുന്ന നഷ്ടം വളരെ ഭീകരമാകുമായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ പടവും കൂടി എടുത്തു എന്ന് പറയുമ്പോൾ ഈ പടമെടുക്കാൻ അദ്ദേഹത്തെ സഹായിച്ച ആൾക്കാർ എറണാകുളത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അവരിപ്പോഴും അവിടെ ഉണ്ടാവുമെങ്കിൽ ആ പേരുകൾ നമുക്ക് കിട്ടണം. ആ പേരുകൾ ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടാൻ വലിയ പ്രയാസമൊന്നും വരില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇനി അത് രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ട് കാര്യമില്ല. ഇദ്ദേഹത്തിന് പലതരം അസുഖങ്ങളാൽ, പാർക്കിൻസൺസ് വരെയുള്ള രോഗങ്ങളാൽ അദ്ദേഹം അവശനാണിപ്പോൾ. അപ്പോൾ ഇനിയൊരു ആസൂത്രണം നടത്താനോ സൂത്രധാരനാവാനോ അദ്ദേഹത്തിന് സമയമില്ല, ആരോഗ്യമില്ല. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും അവരുടെ കേരളത്തിൽ ലക്ഷ്യം വെച്ചിരുന്നത്. കൊച്ചിയും തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഇത് റാണയിൽ ഒതുങ്ങുന്നില്ല. അത് റാണയിൽ നിന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയിലേക്ക് പോയിട്ടുണ്ട്.
അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ISIക്ക് പോയിട്ടുണ്ട്. അല്ല, ഇതിനിടയ്ക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ള, ഇദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. പാതയൊരുക്കിയത് ഇവിടെ ഉള്ള നമ്മൾ നിരോധിക്കപ്പെട്ട ചില ഭീകരവാദികളൊക്കെ സംഘടനകളുണ്ടല്ലോ, അവരൊക്കെ ഇതിനൊത്താശ ചെയ്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ആയിക്കണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ ഉണ്ടാവാം. അല്ല, എന്തായാലും അവർ വരുമ്പോൾ അവർക്ക് കേരളത്തെ അറിയുന്നവരുടെ ഒരു പലപ്പോഴും പറ്റുന്നത് ആരാണ് റാണ എന്ന് അവർക്കറിയത്തില്ല. റാണയെപ്പറ്റി പഠിച്ചു വരും, നമ്മളിപ്പോഴും അറിയാൻ പോകുന്നേ ഉള്ളൂ റാണ ആരായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ചോദ്യം ചെയ്യില്ലേ വരൂ. നമുക്കിത് എന്താണ് ഇപ്പോൾ റാണ ഇങ്ങനെ ഇതിൽ പങ്കാളിയാവണമെന്ന് തോന്നാൻ കാര്യം എന്താ? അതിൻ്റെ തെളിവെന്ന് പറയുന്ന തെളിവുണ്ട്. തെളിവ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായിട്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ജിമെയിൽ സന്ദേശങ്ങൾ, മറ്റാർക്കും കിട്ടാത്ത ജിമെയിൽ സന്ദേശങ്ങൾ NIAക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതാണ് നമ്മൾ പാകിസ്ഥാൻ അയച്ചു കൊടുത്തത്. ഇത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഡെനിയൽ മോഡിലായിരുന്നു അവരെ. ഈ രേഖകൾ ഇപ്പോഴും NIAയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ചോദ്യം ചെയ്യൽ ഇദ്ദേഹത്തെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇതിനും അപ്പുറമുള്ള ലിങ്കുകൾ ഉണ്ടാവാം. ഇതിനും അപ്പുറമുള്ള ലിങ്കുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചോദ്യം ചെയ്യലിൽ കിട്ടും. ഇതിപ്പോൾ എന്താ പറയുന്നത്, ഒരു കമ്പ്യൂട്ടർ വൈസ് ആയിട്ടുള്ള തെളിവ് മാത്രമാണ്. ഇതല്ലാതെ പല തെളിവുകളും സാക്ഷികളെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന കാര്യത്തിന് എന്നെ സഹായിച്ചിരുന്ന ഇന്ന ആളാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് ഹാൻഡ് എവിഡൻസ് ആണ് കിട്ടാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് ഹാൻഡ് എവിഡൻസ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇവർക്കിത് നിഷേധിക്കാൻ പറ്റും. പാകിസ്ഥാൻ അങ്ങനെയാണ് നിഷേധിച്ചു നിൽക്കുന്നത്. പക്ഷേ കസാബിനെ ചോദ്യം ചെയ്തപ്പോൾ അവിടെ നിഷേധമില്ല, നേരിട്ട് നമ്മൾ ചോദ്യം ചെയ്തു, അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധേയനായി. കാരണം എന്താ? ഫസ്റ്റ് ഹാൻഡ് എവിഡൻസ് ഉണ്ട്, അദ്ദേഹം അത് ചെയ്തു എന്നുള്ളത്. അവർ ഏറ്റവും വലിയ തെളിവായിട്ട് വന്നത് ആ വെടിയേറ്റ ഒരു കുട്ടിയാണ്. അന്ന് 9 വയസ്സുണ്ടായിരുന്ന കുട്ടി ഇന്ന് 29 വയസ്സുണ്ട്. ദേവിക എന്നാണ് അതിൻ്റെ പേര് എന്നാണ് ഞാൻ ഓർക്കുന്നത്, സബ്ജക്റ്റ് കറക്ഷൻ. ആ ദേവിക എന്ന് ദേവിക, അതെ ദേവിക, ഇപ്പോൾ പൂനെയിലാണ് താമസം. ആ കുട്ടിയുടെ കാലിൽ കസാബ് വെച്ചിരുന്നു. പാവം കുട്ടി CSR റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, അതായത് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പൂനെക്ക് പോകാൻ വേണ്ടി നിന്ന ആ ഒരു മഹാഭാവയെ 9 വയസ്സുള്ള കുട്ടി ചെയ്തുള്ളൂ. ഇപ്പോൾ ആ കുട്ടിക്ക് 29 അല്ലേ, 9 വയസ്സാണ്. കാലിലാണ് നോക്കി വെടിവെച്ചത്. കാലിൽ നോക്കി വെടിവെച്ച ആ പാട് ഇന്ന് ഒടിഞ്ഞ കാലുമായിട്ട് അംഗവൈകല്യം വന്ന ആളായിട്ട് അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരാണ് ഈ കസാബിനെ തിരിച്ചറിഞ്ഞ് തെളിവ് കൊടുത്തത്. അതെ, ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കസാബിനെ അന്ന് വിചാരണ ചെയ്ത്, വക്കീലിനെയൊക്കെ നമ്മൾ തന്നെ കൊടുത്ത് അദ്ദേഹത്തിനെ വിചാരണ ചെയ്തത്. എന്ന് പറയുന്ന പോലെ ഈ തഹാവൂർ റാണ എന്തൊക്കെ തെളിവുകളാണ് ഭീകരവാദികൾക്ക് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് കൊടുത്തത് എന്നുള്ളത് NIA ചോദിച്ചറിയും. അങ്ങനെ നിങ്ങളിത് കൊടുത്തിരുന്നു എന്നല്ല ചോദിക്കുന്നത്. ഇതുവരെ അവർക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ഈ ബെഹ്റയൊക്കെ പോയി ചോദിച്ചതിൽ നിന്ന് കിട്ടിയിട്ടുള്ള എവിഡൻസ്, ഇമെയിൽ വഴി കിട്ടിയ എവിഡൻസ്, ഇതിനപ്പുറം നമ്മളൊന്നും അറിയാത്ത ഇൻ്റലിജൻസ് ഇൻപുട്സ് പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടും. അമേരിക്കയിൽ നിന്നും തരുന്ന ഇൻ്റലിജൻസ് ഷെയറിംഗ് ഉണ്ടാകും. അപ്പോൾ അതൊന്നും നമ്മൾക്ക് കിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ വെച്ച് ചോദ്യം ചെയ്തിട്ട് സമർത്ഥമായിട്ട് ചോദ്യം ചെയ്ത് അവരുടെ കമാൻഡുകൾ സമർത്ഥമായി ചോദ്യം ചെയ്ത് ഈ വക തെളിവുകളിലേക്ക് പോകും. ഒരു പക്ഷേ നമ്മളൊരു ഞെട്ടലിന് തയ്യാറായിരിക്കണം. ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരും. അതുകൊണ്ട് തന്നെ ഈ റാണയെ രക്ഷപ്പെടുത്തുക എന്നുള്ള ദൗത്യവുമായിട്ട് മനുഷ്യാവകാശമൊക്കെ പറഞ്ഞുകൊണ്ടും ജാമ്യം കൊടുക്കണം, ഇദ്ദേഹം നിരപരാധിയാണെന്ന് വാദിച്ചുകൊണ്ടും നമ്മുടെ ജനാധിപത്യ രാജ്യമാണല്ലോ, ആ രാജ്യത്ത് അതിനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന ഒരു ബില്ല് പാസ്സാക്കി ലോക്സഭയുടെ JPC ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയും പാർലമെൻറ്റിലെ ഭൂരിപക്ഷം അംഗങ്ങളും കൂടി ഇപ്പോൾ ജനാധിപത്യപരമായിട്ട് പാസ്സാക്കിയ ബില്ല് കേവിയറ്റ് ഹർജി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ അത് അത് വെച്ചിരിക്കുക, അതിനെക്കുറിച്ച് വാദം നടത്താൻ വേണ്ടി കോടതി. ഇപ്പോൾ ആ രീതിയിലാണ് കാര്യം. ഇപ്പോൾ ഗവർണറുടെ കാലാവധി തീരുമാനിക്കുന്നതും കോടതി. ഗവർണർ ഒരു ബില്ല് കൈവച്ചേക്കാവുന്നതിൻ്റെ എത്ര ആണ് സമയം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു അതോറിറ്റിയായിട്ട് ഇപ്പോൾ ജുഡീഷ്യറി മാറിയോ എന്നുള്ള സംശയം നിയമം അറിയാവുന്ന ചിലരൊക്കെ ഉന്നയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നിയമത്തിൻ്റെ വഴികൾ എങ്ങനെയൊക്കെയാണ് കുരുങ്ങുന്നത് നമ്മുടെ ഇന്ത്യയിലെന്നുള്ള ഒരു സംശയം ശരിക്കും ഡെമോക്രസിൻ്റെ വാല് പോലെ തലയ്ക്ക് മീതെ തൽക്കാലം നിൽക്കുന്നുമുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.